രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. അപ്പൊ കാൽപ്പെരുമാറ്റം കേട്ട് ആ അച്ഛനമ്മമാര് ചോദിച്ചു, കുഞ്ഞെ നീ വരാൻ വൈകിയതെന്താണ്? ഏറെ നേരമായല്ലോ നീ ഇവിടെ നിന്നിട്ട് വെള്ളം കൊണ്ടുവരാൻ പോയിട്ട്. ഞങ്ങൾ രണ്ടുപേരും പരിഭ്രമിച്ചിരിക്കുകയായിരുന്നു. രാജാവ് എന്തു ചെയ്യും? അദ്ദേഹത്തിന് മറുപടി പറയാനുള്ള ശക്തി പോരാ. വല്ല വിധേയം അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു ഒപ്പിച്ചു. ആ അന്ധ ദമ്പതിമാര് വളരെയേറെ ദുഃഖത്തോടുകൂടി വിലപിച്ചു. അത് കഴിഞ്ഞ് അവർ രണ്ടുപേരും അദ്ദേഹത്തോട് പറഞ്ഞു, ആ മുനികുമാരൻ കിടക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങളെ എടുത്തുകൊണ്ടു പോകണം. മഹാരാജാവ് ആ അന്ധദമ്പതികളെ, ആ മഹർഷിമാരെ തന്റെ തോളിലെടുത്ത് അങ്ങ് കൊണ്ടുപോയി ആ ബാലകൻ വീണ് കിടക്കുന്നിടത്ത്. അവർക്ക് കാഴ്ചയില്ല, അതുകൊണ്ട് അവരുടെ കൈ പിടിച്ച ആ ബാലകന്റെ ശരീരത്തിൽ വെച്ചു. അവർ രണ്ടുപേരും ഉറക്കെ ഉറക്കെ നിലവിളിച്ചു. അത് കഴിഞ്ഞിട്ട് ആ ബാലകന്റെ പിതാവ് മഹാരാജാവിനോട് പറഞ്ഞു, അങ്ങ് ചിതയൊരുക്കിയാലും. മഹാരാജാവ് ചിതയൊരുക്കി. ആ ബാലകന്റെ ശരീരത്തെ മഹാരാജാവ് തന്നെ ആ മാതാപിതാക്കൾ പറഞ്ഞതനുസരിച്ചിട്ട് എടുത്ത് ചിതയിൽ വെച്ച് ദഹിപ്പിക്കുകയാണ്. ആ അവസരത്തിൽ അവർ രണ്ടുപേരും ചിതയിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുക. ആ പിതാവ് ചിതയിലേക്ക് ചാടുന്ന അവസരത്തില് രാജാവിനോട് പറഞ്ഞു, ദശരഥനോട് പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, അങ്ങ് അറിയാതെയാണ് ക്ഷത്രിയനായ അങ്ങ് ഈ ബാലകനെ കൊന്നത്. ബ്രഹ്മഹത്യ അങ്ങയ്ക്കുണ്ടാവില്ല. എങ്കിലും അങ്ങ് പുത്രദുഃഖം മൂലം മരിക്കേണ്ടതായിട്ട് വരും. ഇപ്പോ ഏതു പ്രകാരത്തിലുള്ള ദുഃഖത്തോടു കൂടിയിട്ടാണോ ഈ മഹർഷി ശരീരം വെടിയുന്നത്, അതേ പ്രകാരത്തിൽ പുത്രദുഃഖത്താൽ അങ്ങ് മരിക്കേണ്ടതായി വരും. ഏവം ത്വം പുത്രശോകേന രാജൻ കാലം കരിഷ്യസി. അല്ലേ മഹാരാജാവേ, ഈ പ്രകാരത്തിൽ പുത്രശോകത്താൽ അങ്ങ് ഈ ലോകത്തെ വിടേണ്ടതായിട്ട് വരും എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അഗ്നിയിൽ പ്രവേശിച്ചത്. രാജാവ് ആകെ ദുഃഖിച്ചു, തളർന്നു. അദ്ദേഹം ദുഃഖിതനായിട്ടാണ് അത് കഴിഞ്ഞ് കൊട്ടാരത്തിലേക്ക് മടങ്ങിയത്. അതെന്നും ഒരു ദുഃഖമായിട്ട് അദ്ദേഹത്തിന്റെ ഉള്ളിൽ അവശേഷിച്ചു. ഇത് കഴിഞ്ഞിട്ടാണ് കൗസല്യ അദ്ദേഹം വിവാഹം കഴിക്കുന്നത്. കൗസല്യയോട് ഇത് പറഞ്ഞിട്ടില്ല ഇതുവരെ. അതിനുശേഷം സുമിത്രയെ വിവാഹം കഴിച്ചു. സുമിത്രയോടും ഇക്കാര്യം പറഞ്ഞിട്ടില്ല. വെറുതെ എന്തിന് ഇതെല്ലാം പറഞ്ഞ് അവരെ വേദനിപ്പിക്കണം. അത് കഴിഞ്ഞ് കൈകേയിയെ വിവാഹം കഴിച്ചു. കൈകേയിയോടും ഇക്കാര്യം പറഞ്ഞിട്ടില്ല അദ്ദേഹം. മരിക്കുന്നതിന് തൊട്ടു മുമ്പ്, അതായത് രാമൻ കാട്ടിലേക്ക് പോയി 6-ാം ദിവസം രാത്രിയാകുമ്പോഴേക്കും, അപ്പോഴാണ് ദശരഥന്റെ ചരമം. അപ്പോഴാണ് അദ്ദേഹം കൗസല്യയോട് ഇക്കാര്യങ്ങളെല്ലാം പറയുന്നത്. ദേവി അനൂഢാത്വം അഭവം, അങ്ങനെ പറഞ്ഞു തുടങ്ങുകയാണ് ആ സംഭവം. അന്ന് ഞാൻ നിന്നെ വിവാഹം കഴിച്ചിട്ടില്ലായിരുന്നു, അന്നാണിത് സംഭവിച്ചത്. ഋഷിയുടെ ആ വാക്ക് ഇതാ ഫലിക്കുന്നു. നാം ഓർക്കണം, മഹാരാജാവ് എത്ര ശ്രദ്ധയോടുകൂടിയിട്ടാണ് ഈ ശാപം ഫലിക്കാതിരിക്കാൻ കാര്യങ്ങളെല്ലാം നീക്കിയത്. ഏറെക്കാലമായിട്ടും തനിക്ക് സന്താനങ്ങൾ ഉണ്ടാകുന്നില്ല. കൈകേയിയെ വിവാഹം കഴിക്കാനുള്ള മുഖ്യ കാരണവും ഇത് തന്നെ. കൗസല്യയ്ക്കും സുമിത്രയ്ക്കും മക്കളില്ല. അതുകൊണ്ട് അദ്ദേഹം മൂന്നാമതൊരു വിവാഹത്തിന് തയ്യാറായി.
പക്ഷേ കൈകേയിക്കും മക്കളില്ല. വീണ്ടും വർഷങ്ങൾ അനേകം കടന്നുപോയി. രാജാവ് ദുഃഖിതനാണ്. അപ്പോ ഋഷിയുടെ വാക്ക് ഇങ്ങനെയാണോ ഫലിക്കുക എന്ന് അദ്ദേഹം ഭയന്നു. ഏവം ത്വം പുത്രശോകേന രാജൻ കാലം കരിഷ്യസി എന്നാണല്ലോ ഋഷി പറഞ്ഞിരിക്കുന്നേ. അതുകൊണ്ട് അദ്ദേഹം ദുഃഖത്തോടു കൂടിയിട്ട് വസിഷ്ഠ ഋഷിയോട് ചോദിച്ചു, എനിക്ക് സന്താനങ്ങൾ ഉണ്ടാകാനുള്ള മാർഗം അങ്ങ് ഉപദേശിക്കണം എന്ന്. വസിഷ്ഠ ഋഷി തന്റെ ആ തപസ്സിന്റെ ബലം കൊണ്ട് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞ് അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങ് ദുഃഖിക്കേണ്ട കാര്യമില്ല, അങ്ങയ്ക്ക് മക്കളുണ്ടാകും, 4 മക്കളുണ്ടാകും, വളരെയേറെ സൽഗുണ സമ്പന്നരായിട്ടുള്ള പുത്രന്മാർ. അതുകൊണ്ട് ഈ വംശത്തിന്റെ പേര് എന്നും നിലനിൽക്കും, യശസ് എന്നും നിലനിൽക്കും. അത് അദ്ദേഹം പറഞ്ഞു. അതിനു വേണ്ടിയിട്ട് അങ്ങ് അശ്വമേധം നടത്തണം. അതിന്റെ അവസാനം അങ്ങ് ഋഷ്യശൃംഖല വരുത്തി പുത്രകാമേഷ്ടിയും ചെയ്യണം, എങ്കിൽ അങ്ങക്ക് സന്താനങ്ങൾ ഉണ്ടാകും. അശ്വമേധം എന്നുള്ളത് രാജാക്കന്മാർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന യാഗങ്ങളുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ടതാണ്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ പരമാത്മാവായിട്ട് അനുഭവിച്ചറിയലാണ് അശ്വമേധ യജ്ഞത്തിന്റെ ഹൃദയം. അത് നമുക്ക് ബൃഹദാരണ്യക ഉപനിഷത്തിന്റെ 1-ാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ ബ്രാഹ്മണത്തില് നേരിട്ട് കേൾക്കാൻ നമുക്ക് സാധിക്കും. ഈ പ്രപഞ്ചത്തിന്റെ ആത്മാവ് നിർഗുണ നിരാകാര ബ്രഹ്മം അതിന് സഗുണ സാകാരമായി ഈ പ്രപഞ്ചമായി അശ്വമായി അതിൽ അവതരിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ഈ പ്രപഞ്ചം മുഴുവൻ പരമാത്മാവാണ് എന്ന് അനുഭവിച്ചറിയാൻ വേണ്ടിയിട്ട് ചെയ്യപ്പെടുന്ന പവിത്രമായ യജ്ഞമാണ് അശ്വമേധം. ഇത് രാജാക്കന്മാർക്ക് ഭൗതിക തലത്തിൽ ചെയ്യാം. ദിഗ്വിജയം നടത്തി എല്ലാ നാട്ടിലുള്ള ജനങ്ങളെയും രാജാക്കന്മാരെയും എല്ലാം തന്റെ യജ്ഞശാലയിലേക്ക് വരുത്തി അവിടെ വെച്ചിട്ട് അവരുടെ എല്ലാ സാന്നിധ്യത്തിൽ അശ്വമേധം എന്തിനാ അവരെയും അതിൽ പങ്കാളികളാക്കുന്നു. എല്ലാവർക്കും അവിടെ തുല്യസ്ഥാനമാണ്. അവരെയും അതിൽ പങ്കാളികളാക്കുന്നു. ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വരമയമാണ് എന്നുള്ള മഹാസന്ദേശം ഈ അശ്വമേധത്തിലൂടെ കൈവരുന്ന മഹാസന്ദേശം അവർക്ക് ലഭിക്കണം. എല്ലാവരുടെ ഹൃദയത്തിലും പരമാത്മജ്ഞാനം ഉദിപ്പിക്കൽ, അതാണ് സൂര്യവംശ രാജാക്കന്മാർ നിർവഹിച്ചു പോകുന്ന മുഖ്യമായ കർത്തവ്യം. അതിനു വേണ്ടിയിട്ടാണ് അശ്വമേധം. ആ അനുഭൂതിയുടെ പൂർണ്ണതയിലാണ് രാമനെ പോലെ ഒരു സന്താനം ഉണ്ടാവുക. അതാണ് പുത്രകാമേഷ്ടി. അങ്ങനെ മഹാരാജാവിന് 4 സന്താനങ്ങൾ ലഭിച്ചു. ആ സന്താനങ്ങൾ 4 പേരും എല്ലാ ഗുണങ്ങളും തികഞ്ഞവരായിരുന്നു. അവരെ പഠിപ്പിച്ചത് വസിഷ്ഠൻ തന്നെ. പഠിക്കുന്ന കാര്യത്തിലും അവർ അഗ്രഗണ്യരായിരുന്നു. ഓരോ ഘട്ടത്തിലും മഹാരാജാവ് പരിഭ്രമിക്കുന്നുണ്ട്, എന്താകും അവസ്ഥ എന്നുള്ള. എല്ലാം അങ്ങേയറ്റം മംഗളമായിട്ട്. ഇനി അത് കഴിഞ്ഞപ്പോഴേക്കും വിശ്വാമിത്രൻ വരുന്നു. ദശരഥന്റെ ആ ഭയപ്പാട് അണപൊട്ടി ഒഴുകിയപ്പോ തുറന്നു പറഞ്ഞു, രാമനെ പിരിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല എന്നൊക്കെ. ആ അവസരത്തില് വസിഷ്ഠൻ ദശരഥനെ സമാധാനിപ്പിച്ചുകൊണ്ട് വിശ്വാമിത്രന്റെ ആഗമനം കൊണ്ട് രാമന് ശ്രേയസ്സാൻ ഉണ്ടാകുന്നത് എന്ന് കേൾപ്പിച്ചു. വസിഷ്ഠൻ പറഞ്ഞപ്പോഴേക്കും അദ്ദേഹം അത് സമ്മതിച്ചു. വിശ്വാമിത്രൻ രാമനെ രാക്ഷസന്മാരോട് യുദ്ധം ചെയ്ത് യാഗരക്ഷ ചെയ്യാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ ദശരഥൻ ഭയക്കാനുള്ള കാരണം ഇതാണ്. പുത്രശോകത്താൽ നീ മരിക്കണം എന്നാണല്ലോ ഋഷിയുടെ വാക്ക്. അത് സംഭവിക്കുന്നത് ഈ പ്രകാരത്തിലാണോ? തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായ പുത്രൻ ഇങ്ങനെ അവിടെ രാക്ഷസന്മാരോട് യുദ്ധം ചെയ്ത് 16 വയസ്സ് തികയാത്ത ബാലനാണ്. ആ വലിയ സൈന്യത്തോട് യുദ്ധം ചെയ്തിട്ട് അങ്ങനെ അപകടത്തിൽപ്പെടുമോ? ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ഭയം. വസിഷ്ഠൻ ഉപദേശിച്ചു കഴിഞ്ഞപ്പോ ദശരഥന് ധൈര്യമായി. അങ്ങനെ അതും കടന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും വസിഷ്ഠൻ പറഞ്ഞതുപോലെ തന്നെ മംഗളകരമായ കാര്യങ്ങൾ വേറെയും പലതുണ്ട്. ഇദ്ദേഹം രാമന് ദിവ്യായുധങ്ങളെല്ലാം നൽകും. ദിവ്യായുധങ്ങളെല്ലാം ഉള്ളയാളാണ് വിശ്വാമിത്രൻ. ദിവ്യായുധങ്ങളെല്ലാം നൽകും, രാമനെ കരുത്തനാക്കും. ഇതെല്ലാം പറഞ്ഞു. എന്ന് മാത്രമല്ല, ഇനിയും മംഗളകരമായ കാര്യങ്ങൾ വേറെയും പലതുണ്ട്. അതെല്ലാം അങ്ങയ്ക്ക് നേരിട്ട് പിന്നീട് കാണാൻ സാധിക്കും. അതാണ് അഹല്യാശാപമോക്ഷവും അതേപോലെ തന്നെ സീതാസ്വയംവരവും.
ദശരഥൻ വളരെയേറെ സന്തോഷിച്ചു. ഏതായാലും ആ വിപത്ത്, ആ ശാപവിപത്ത് അകന്നുപോയല്ലോ. അപ്പോ തന്നെ ഗുണകരമായി വേറൊന്നും സംഭവിച്ചു. ഭരതനെയും ശത്രുഘ്നെയും കൊണ്ട് യുധാജിത്ത് ദശരഥന്റെ അനുവാദത്തോടുകൂടി കേകയത്തേക്ക് പോയി. ഭരതൻ അങ്ങേയറ്റം ധാർമ്മികനാണ്. ഒരിക്കലും രാമന്റെ യുവരാജ്യ പദത്തിനെതിരെ നിൽക്കില്ല. ദശരഥൻ ഇതെല്ലാം അറിയാം. ദശരഥൻ വാക്കുകൾ കൊണ്ട് അത് നേരിട്ട് പറയുന്നത് നമ്മൾ കേട്ടതാണല്ലോ. ഭരതന്റെ മനസ്സിനെ ഈ ശാപത്തിന്റെ ശക്തി, നിയതിയുടെ ശക്തി, വിധിയുടെ ശക്തി ഇളക്കി മറിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഭരതൻ രാജ്യം ചോദിക്കും. അതാണ് ചലാഹി പ്രാണിനാം മതി. ദശരഥൻ രാമനോട് പറയുന്നതിന്റെ പ്രാധാന്യം അതാണ്. മനുഷ്യ മനസ്സാണ്, അത് ചഞ്ചലമാണ്. ഭരതൻ അങ്ങേയറ്റം ധാർമ്മികൻ. നിന്നിൽ ഭരതനുള്ള നിഷ്ഠ അങ്ങേയറ്റം ഗംഭീരമാണ്, അചഞ്ചലമാണ്. പക്ഷെ എങ്കിലും മനുഷ്യ മനസ്സല്ലേ എന്ന് മാത്രമല്ല, തന്നെ പോലും സംശയിക്കുന്നു. തന്റെ മനസ്സ് മാറിപ്പോയാലോ? ഇതെല്ലാം ആ ശാപത്തെ ഭയന്നിട്ടാണ്. കാരണം ആ വിധി അങ്ങനെ ഫലിക്കുമോ? തന്റെ മനസ്സിൽ പോലും അവസാനം മാറ്റം വരുത്തിയിട്ട് തന്നെ ആയുധമാക്കിയിട്ട് രാമനെ ആ സിംഹാസനത്തിൽ നിന്നിട്ട് അകറ്റുമോ എന്ന് അദ്ദേഹം ഭയന്നു. അതാണ് അദ്ദേഹം രാമനോട് പറഞ്ഞത്, അല്ലയോ രാമ, എന്റെ മനസ്സ് മാറിപ്പോകുന്നതിന് മുമ്പ് നീ അഭിഷിക്തനായിക്കൊള്ളണം. നാളെ പുലരിയിൽ തന്നെ അഭിഷേകം. യഥാർത്ഥത്തിൽ നാട്ടുകാരെ വിളിച്ച് ആലോചിക്കേണ്ട ഒരു കാര്യവുമില്ല. സാമന്തന്മാരെ വിളിച്ച് ആലോചിക്കേണ്ട ഒരു കാര്യവുമില്ല. അതേപോലെ തന്നെ സൈന്യാധിപന്മാരെയും സൈന്യങ്ങളെയും ഒക്കെ വിളിച്ചു വരുത്തി മഹാസഭ ചേർത്ത് ആലോചിക്കേണ്ട കാര്യം ഒന്നുമില്ല. രാജാവ് പ്രഖ്യാപിച്ചാൽ മതി. അതിനുള്ള അധികാരം രാജാവിനുണ്ട്. നിയമം അതിന് അനുകൂലമാണ്. എങ്കിലും ഒരിടത്തു നിന്നും വിപരീതമായൊരു സ്വരം ഉണ്ടാകരുത്. ഒരിടത്തു നിന്നും എതിർപ്പ് വരരുത്. അത് രാമന്റെ അഭിഷേകത്തിന് വിഘ്നമായി തീരരുത്. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഹൃദയത്തിലൂടി ആ നിയതി പ്രവർത്തിച്ചാലോ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്തു വെച്ചു. എല്ലാം അപ്പോഴും അനുകൂലമായിരുന്നു. ദശരഥന് ഭയക്കേണ്ട ഒരു കാര്യവും ഉണ്ടായില്ല. എല്ലാം ഭംഗിയായി നടന്നു.